ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് കമ്പനിയുടെ ഇടപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാകും, തിരിച്ച് പണിക്കാട്ടിക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പണിക്കാട്ടിക്ക് പോവുകയാണ്. ഇന്നേക്ക് 6ാമത്തെ ദിവസമാണ് നമ്മൾ പണിക്കാട്ടിക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 7 ദിവസമാണ്. 7 ദിവസം കഴിഞ്ഞിട്ടാണ് കുളിച്ച് കയറേണ്ടത്. പക്ഷേ എന്തോ ദൈവഭാഗ്യത്തിന് എനിക്കെല്ലാം ശുദ്ധിയാണ്, എല്ലാ കാര്യങ്ങളും പക്ക കറക്റ്റ് ആയതുകൊണ്ട് 7ൻ്റെ അന്ന് തന്നെ കുളിച്ച് കയറാൻ പറ്റും. പിന്നെ ഇന്ന് പോണത് ചേച്ചിയോടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമാണെങ്കിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായേനെ ഒരാഴ്ച കഴിഞ്ഞ് പോകുമ്പോൾ. എന്താണ് നമ്മുടെ പാറുമോളോട് ഒറ്റയ്ക്കല്ലേ, പക്ഷെ ഞാൻ ഓക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും മിസ്സിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ അവളെ വിളിച്ച് എനിക്ക് ഒരു മിസ്സിങ് ഉണ്ടായിരുന്നില്ല, ഒരു വിഷമം ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ അവളിവിടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നെ മിസ് ചെയ്ത് ഇരുന്നിരുന്നില്ല. അതുകൊണ്ട് അപ്പം എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നില്ല, ഞാൻ ഓക്കെ ആയിരുന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റാണ്. കാരണം അവൾ ഓക്കെ ആയിരിക്കും അവിടെ നിന്നറിയാം. അപ്പം ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇന്നല്ല, നമ്മൾ ആക്ച്വലി എനിക്ക് ഇപ്രാവശ്യം പീരീഡ്സ് വേഗം തന്നെ സ്റ്റോപ്പായി. അങ്ങനെയല്ല ആവാറ്. ഒരു 7ൻ്റെ അന്ന് 8ൻ്റെ അന്ന് 9ൻ്റെ ഒക്കെ ചെറുതായി ഒരു കറ പോലൊക്കെ വരും. നമുക്ക് മലയ്ക്ക് പോകുമ്പോൾ അതൊക്കെ ക്ലീൻ ആവണ്ടേ. അപ്പം ഞാൻ ശരിക്കും അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചിരിക്കുക, ദൈവമേ എനിക്ക് എന്താ പറയുക, കറക്റ്റ് എനിക്ക് 7ൻ്റെ അന്ന് തന്നെ കയറാൻ പറ്റണേ. ബിക്കോസ് എന്താണ്, ഈ മാസം 31 ഒക്ടോബർ 31 നമ്മുടെ പാറുമോളുടെ 6ാമത്തെ പിറന്നാളാണ്, ജന്മമാസം. അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് നവംബർ 5ആണ്. പക്ഷെ നമ്മൾ നാളാണ് കൂടുതൽ ആഘോഷിക്കുക. അപ്പോൾ ഒക്ടോബർ 31 പാറുവിൻ്റെ നാൾ വരുന്നത്. ഞാൻ പീരീഡ്സ് ആയിക്കഴിഞ്ഞ് കറക്റ്റ് 7ൻ്റെ അന്നാണ്. അപ്പോൾ എനിക്ക് കയറാൻ പറ്റുമെന്നറിയില്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ നിൽക്കാത്തൊരു പ്രകൃതി ആയതുകൊണ്ട് 7ൻ്റെ അന്ന് എനിക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് 4ൻ്റെ അന്ന് എല്ലാം സ്റ്റോപ്പായി. അതെനിക്കൊരു ദൈവത്തിൻ്റെ കടാക്ഷം, ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു റിസൾട്ടായിരിക്കും. സ്റ്റോപ്പായി. 6ൻ്റെ അന്ന് ഞാൻ കംപ്ലീറ്റ് ക്ലീനാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് 7ൻ്റെ അന്നേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്, പിന്നെ കിഴക്കയിലാണ് കൊണ്ടുപോകണത്. അതായത് ഞാൻ കിഴക്കയിൽ പോയിട്ടിരിക്കും. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, വലിയേട്ടൻ്റെ വീടുണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ വലിയേട്ടൻ്റെ വീട്. അവിടെ ഇന്ന് സ്റ്റേ അടിക്കും. വൈകുന്നേരം പോകുന്നു, സ്റ്റേ അടിക്കുന്നു. പക്ഷെ പാറുവിനോട് പറയത്തേ ഇല്ല ഞങ്ങളവിടെ ഉള്ള കാര്യം. നാളെ ഇതെന്നെ പബ്ലിഷ് ചെയ്യുന്നറിയില്ല. ഒക്ടോബർ പിറന്നാളിൻ്റെ അന്ന് വെളുപ്പിന് പോയിട്ട് പാറുവിന് സർപ്രൈസ് കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതാണ് പ്ലാനിങ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ എവിടേക്ക് പോകണം, വൈകുന്നേരം ആകുമ്പോൾ പെട്ടിയും കിടക്കെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ചേച്ചിയുടെ പോകുന്നു. നാളെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് പക്ഷേ അതിനേക്കാൾ വലിയൊരു സംഭവമാണ് ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഡേ മൈ ലൈഫിൽ കണ്ടല്ലോ. കാശിക്കൂട്ടൻ പെയിൻറ്റിങ് സാധനമൊക്കെ എടുത്തെന്ന് ആകെ വശപ്പശകാക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് ഈ ഒരു വീഡിയോ. ഇന്ന് വെളുപ്പിന് ഭയങ്കര പനിയായിരുന്നു കാശിക്ക്. കാശിമോന് ഭയങ്കര ബ്രീത്തിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അവന് കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അങ്ങനൊരു പ്രശ്നമുണ്ട് അവന്. അലർജറ്റിക്കാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇന്നത് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം ഞാനും സഞ്ജുവും കൂടെ പോയി. ഓക്സിജൻ ലെവൽ കുറവായിരുന്നു അവന്. നെബിലൈസ് ചെയ്ത് എക്സ്റേ എടുത്ത് അതിൻ്റെ മെഡിസിൻ ഒരു കൊട്ടയ്ക്കുണ്ട്, അത് വാങ്ങിച്ച് വന്ന് ഇരുന്നിട്ടുള്ളൂ. അപ്പോഴത്തേനും ഏട്ടൻ നമ്മളോടേക്ക് എത്തി. അപ്പോൾ കാശിമോനാകെ ടയേർഡാണ് ഗൈസ്. ഇപ്പോൾ അച്ഛനും മോനും അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കാച്ചിക്കുട്ടാ, എവിടേക്ക് പോണം, എവിടേക്ക് പോണം, എവിടേക്ക്? അച്ഛനോട് പറഞ്ഞ ഡോക്ടർ മാമനെ കണ്ടെന്ന് പറഞ്ഞ അച്ഛനോട് ഡോക്ടർ മാമൻ എന്ത് തന്നു? ഇപ്പം ഭയങ്കരമായിട്ട് ഇപ്പം ഒരു 90% സെറ്റായി. മറ്റേത് ഭയങ്കര ടയേർഡായിരുന്നു, ഫുള്ള് കരച്ചിലായിരുന്നു. എനിക്കുണ്ടല്ലേ ഇതായിട്ട് ചോറ് തരട്ടെ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഭക്ഷണം കൊടുത്താൽ മതി. വയറ് നിറച്ചവന് ഫുഡ് കൊടുക്കണ്ട, ബ്രീത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അധികം കൊടുക്കണ്ട, അതൊക്കെ കുറച്ച് കൊടുത്താൽ മതി.
പാപ്പത്തിൻ്റെ പിന്നെ അങ്ങനെ പറയില്ലേ കാശിക്ക് വയ്യേ എന്ത് പറ്റി കാശിക്ക് എന്ത് പറ്റി കാശിക്കുട്ടാ എന്ത് പറ്റി കാലുമേലാണ് ബൂബു ഇവിടല്ലേ ബൂബു ഇവിടല്ലേ ബൂബു ഇവിടല്ലേ അമ്മോനെ ബൂബു കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ കാശിക്കുട്ടൻ ആൻറ്റിബയോട്ടിക് സ്റ്റോപ്പ് ചെയ്തത്. അതായത് കറക്റ്റ് ഒരാഴ്ചത്തെ ആൻറ്റിബയോട്ടിക് കഴിക്കാണ്ടായിരുന്നു. സെയിം ഇഷ്യൂ കഫക്കെട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്തെങ്കിലും ഒരു അലർജി കുട്ടിക്ക് ഉണ്ടാവും എന്തിനെങ്കിലും. ഇതിപ്പോൾ ഇന്നലെ സ്വിച്ചിട്ട പോലെ വന്ന സംഭവമാണ്. പെട്ടെന്ന് അവനിങ്ങനെ ഒരു മരുന്നുണ്ട്. ഇത് വന്നിട്ട് ഒംനാക്കോട്ടിൽ. ഇത് സാധനം വലിവിനുള്ളതാണേ, 2 നേരം വലിവിനുള്ള സാധനം. ഇനി ആസ്തലിൻ ഇത് ചുമ, ഭയങ്കര കുത്തിയുള്ള ചുമ. പിന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ട്. പിന്നെ മോണ്ടിക്കോപ്പ് ഉണ്ട് അലർജിയുടെ. പിന്നെ അതെ നെബുലൈസ് ഉണ്ട്. നെബുലൈസിൻ്റെ മരുന്നൊക്കെ ഉണ്ട്. എക്സ്റേ ഇന്ന് പോയിട്ട് എക്സ്റേ എടുത്ത് കാശിക്കുട്ടൻ്റെ എക്സ്റേ റിപ്പോർട്ട്. പറഞ്ഞ പോലെ കാശിമോൻ ഒരു സമയത്തൊന്നും നമ്മുടെ രീതിയിലൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായിട്ട് വരും, വീണ്ടും എന്തെങ്കിലും ഒരു വയ്യായി വരും. ഇതിപ്പോൾ ഇന്നലെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഇന്നലെ ഡോക്ടർ തന്നതാട്ടോ ജലദോഷത്തിനൊക്കെ ഉള്ള മരുന്ന്. പാരസെറ്റമോള് വേറെ. ഇത്രയും മരുന്ന് ക്രാവ് കഴിക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ എനിക്ക് ഒരാഴ്ചയ്ക്കാണെങ്കിലും 2 ദിവസത്തിനാണെങ്കിലും ഒരു കൊട്ട സാധനങ്ങൾ കൊണ്ടിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരിക. എൻ്റെ വീട്ടിൽ ഓൾറെഡി പിള്ളേരുടെ ഡ്രസ്സുകളും എൻ്റെ ഡ്രസ്സുകളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാനൊരു ചാക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ട് വരും. എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഇതുപോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തൃപ്പയാറ് പോയിട്ട് കാശിക്കുട്ടനെ കുറച്ച് നല്ല ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊറിയൻ സ്റ്റൈൽ ഡ്രസ്സൊക്കെ വേറെ ഏൽപ്പിക്കാനായിട്ട്. പക്ഷെ നമ്മളിവിടെ അങ്ങനത്തെ കിട്ടുന്നില്ല. ഓൺലൈനിലാണെങ്കിൽ പന്നിയോട്ടക്കത്ത പൈസയാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നി. അപ്പോൾ അത് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ പ്രൊമോഷൻസും വീഡിയോസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെപ്പൽ പുതിയത് മേടിച്ചത് കുറേ ചെപ്പൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഞാൻ കൊണ്ടുവന്ന സഞ്ചി പുറത്തേക്ക് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് അതേപോലെ വെക്കത്തില്ല. അതായത് വളഞ്ഞ് തിരിഞ്ഞ് മൂക്ക് പിടിക്കുക എന്ന് പറയില്ല, ആ ഒരു സ്വഭാവമാണ്. ആദ്യമേ അങ്ങനെ ചെയ്ത് ലാസ്റ്റ് കഷ്ടപ്പെടേണ്ട, എന്നിട്ട് അവസാനം ഇരുന്നിട്ട് എല്ലാം കൂടി ഒന്ന് കഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പം ഞാൻ എടുത്തു വെക്കുന്നത് നാളെ, അതായത് നാളെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക്, ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇടാനായിട്ട് എനിക്കും കാശിക്കുട്ടനും ഒരു ന്യൂ ജോഡി വേണം. അതായത് പിറ്റേ ദിവസം കുളിച്ച് കയറുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോകണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു 2 ഡ്രസ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ചാന്തു വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ. എനിക്ക് കുറേ ഡ്രസ്സ് മടക്കാനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളതുകൊണ്ട് ചാന്തു വന്നു. നമ്മളധികം ഇരുട്ടാവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണില്ല. ഒന്നാമത്തെ ഒരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പാറുമോള് ട്യൂഷന് പോകുന്നുണ്ടല്ലോ, ട്യൂഷന് പോയിട്ട് തിരിച്ച് വരുന്നതിനുള്ളിൽ എനിക്ക് അവിടെ വീട്ടിൽ കയറണം. അല്ലെങ്കിൽ അവൾ എന്നെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ 2 പേരുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവരെ വീട് കാണാൻ പറ്റും, അവരെ വീട്ടിൽ നിന്ന് നമ്മളെ വീട് കാണാൻ പറ്റും. അങ്ങനെയാണ്. എങ്ങാനും കാശിമോൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണേ അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുകയോ ചെയ്താൽ പെട്ടു. ഡ്രസ്സുകളെല്ലാതും എടുക്കണേക്ക് ഉപരി നമുക്ക് കമ്പൽസറി ആയിട്ട് നമ്മുടെ മരുന്നുകൾ എടുക്കണം. ഞാൻ കാണിച്ചെന്നല്ലോ, ഒരു കുന്നോളം മരുന്നുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം മിസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ അമ്മ എന്നെ വെട്ടും. പറഞ്ഞ പോലെ തന്നെ മിസ്സായിരുന്നു കേട്ടോ. ആൻറ്റിബയോട്ടിക് എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന്. കുറേ മരുന്നുകളുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാശിക്ക് ഇപ്പോൾ ഒരു 2-3 ഡേയ്സിനുള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ ഇത്തിരി ഒന്നുമല്ല, അത്രത്തോളം മരുന്നുകൾ കഴിച്ചു കൂട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്റേയുടെ റിസൾട്ടും കാര്യങ്ങളെല്ലാതും അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇതേ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു വ്ളോഗ് എടുത്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. മടിയായിരുന്നു എനിക്ക്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടിയായിരുന്നു വീഡിയോസ് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് 2 ദിവസം കൂടുമ്പോഴെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് അതിൻ്റേതായ റെസ്പോൺസ് കിട്ടുന്നുള്ളതുകൊണ്ട് എനിക്കൊരു മോട്ടിവേഷൻ, ഇടാൻ വേണ്ടിയിട്ടൊരു മോട്ടിവേഷൻ, അത് വെച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്.
ഞാൻ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം വേഗം പോയിട്ട് കുളിച്ചു. അപ്പോഴത്തേന് ചാന്തു ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെയാണെങ്കിൽ എന്തൊക്കെയോ ഗെയിം ഇരുന്ന് ഇങ്ങനെ കളിക്കും ഇവർ, എനിക്കൊന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ കേക്ക് ഉണ്ടാക്കേണ്ട ഗെയിമായിരിക്കും, പക്ഷെ നല്ല നൈസാണ് സാധനം. നമ്മൾ കളിച്ച് വരുമ്പോഴത്തേനും ഇങ്ങനത്തെ ഗെയിംസ് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിങ്ങനത്തെ ഗെയിം കളിക്കുന്ന കൂട്ടത്തിലേ അല്ല, പക്ഷേ നൈസാണ്. ഇതിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. എന്താ പറയുക, ശരിക്കും ഒരു അഡിക്ഷൻ വരുന്ന തരത്തിലുള്ളൊരു ഗെയിമാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കുറേ ആത്തച്ചക്ക ഉണ്ട്. അപ്പോൾ ആത്തച്ചക്ക പൊട്ടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ ആത്തച്ചക്ക പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുവെക്കോ എന്നുള്ളൊരു ഓർഡർ നമുക്ക് കിട്ടിയത് കൊണ്ട് മാത്രം നമ്മളത് ആത്തച്ചക്ക പൊട്ടിക്കാൻ പോകണം കേട്ടോ. വീട്ടിൽ അമ്മയ്ക്കും ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആത്തച്ചക്ക. അപ്പോൾ അത് പൊട്ടിക്കട്ടെ. ഇത് പൊട്ടിക്കുമ്പോൾ ഞാൻ നമ്മുടെ കല്യാണീനെ അറിയിക്കുന്നു. മീൻസ് നമ്മുടെ മൈവേബേ കല്യാണി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണ്ടി ആത്തച്ചക്ക പൊട്ടിച്ച് കൊടുത്തയക്കട്ടെ. വെയിറ്റ്, അപ്പോൾ നമുക്ക് കത്തി എന്തായാലും വേണത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ നിങ്ങൾ കാണും, മൈൻഡ് ചെയ്യണ്ട. ഇവിടെ ആണെങ്കിൽ വെള്ളം നിൽക്കണോണ്ടേ നിറച്ച് ചെളിയാണ്. ഏട്ടാ മേലെ കയറി വയ്ക്കുക, മൂത്തിട്ടില്ല. ഓ ഗൈസ്, മേലയിൽ ഒരുപാടുണ്ട്, അവിടെ മൂത്തിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പൊട്ടിക്കാം. മൂത്തിട്ടുണ്ടാവൂടാ, എങ്ങനെ പൊട്ടിക്കും? അയ്യോ, തട്ടി നോക്കാം ആദ്യം അവിടെ വല്ലതും ഉണ്ടോന്ന്. ഇവിടെ തന്നെ വിറകൊക്കെ വെച്ചിട്ടുള്ളതാണ്. പാമ്പ് കിടക്കണതാ. അതന്നെ നല്ല ശരിക്കും ആത്തച്ചക്ക ചക്ക പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. കേറിക്കോ, യു ക്യാൻ. ആ ആ ആ ലേഡർ എടുക്കണോ? മൂത്തുണ്ട് അത്. വേണ്ട, ഒരെണ്ണം കൂടെ മതി. Be careful. ഈശ്വരാ. ഓക്കെ, ഓ ഈശ്വര. എനിക്ക് തോന്നുന്നതേ ഓരോ വർഷം കഴിയുന്തോറും സാധനത്തിന്റെ വലിപ്പം കൂടിക്കൂടി വരിക അല്ലേ. ഇവിടെ നമുക്ക് നല്ലോണം പേരയ്ക്കും. പണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അറിയാ, അത് നമ്മൾ നിന്നിരുന്ന സ്ഥലത്തൊന്നും ഒരു ചക്കയെ മാങ്ങയെ ഒന്നുമില്ലാത്ത പറമ്പിലെ അമ്മ നിന്നിട്ടുള്ളത്. അപ്പം പേരയ്ക്ക് ഈശ്വര, എൻ്റെ വീട്ടിലൊക്കെ ഒരു മാങ്ങമരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിട്ടുണ്ട്. ഇപ്പോഴോ ഇത്രേ വലിയ നാളികേരം പോലത്തെ മാങ്ങിൻ്റെ ആവണ ഒരു മാവുണ്ട്. 12 മാസവും പൂത്ത് നിൽക്കുന്ന പേരമരുണ്ട്. പക്ഷെ ഇപ്പില്ല ഇല്ലടാ. അതേ പേരക്കുണ്ടല്ലോ, ഉണ്ട്. എല്ലാ മാസവും പേരക്കുണ്ടാവാറുണ്ട്. ആത്തച്ചക്ക ഉണ്ട്. സന്തോഷം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഭയങ്കര മധുരം എന്ന് പറയാൻ, വലിയൊരു മധുരം ഉണ്ടാവും. ഇത് മൂത്തിട്ടുണ്ട്. ഞാൻ കല്യാണിക്ക് എന്തായാലും അയച്ചു തരുന്നതായിരിക്കും. ഇതുപോലത്തെ ഞാനൊരു 3 നിനക്ക് അയച്ചു തരും, വിഷമിക്കണ്ട. Yes guys, by the five. ഈ മലയ്ക്ക് പോക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്രാവശ്യം എല്ലാവരും ചോദിച്ചായിരുന്നു, ചേച്ചി 41 ദിവസ വ്രതത്തിൽ 2 പ്രാവശ്യം പീരീഡ്സ് ആവില്ലേന്ന്. ഇനിയുള്ള സമയത്ത് ഞാൻ മരുന്ന് കഴിക്കും. ഇപ്രാവശ്യം മരുന്ന് കഴിച്ചുകൂടായിരുന്നോ അത് കുറെ പേര് ചോദിച്ചു. പക്ഷെ മരുന്ന് കഴിക്കാൻ ഈ മാസവും മരുന്ന് കഴിക്കണം, അടുത്ത മാസവും മരുന്ന് കഴിക്കണം. അടുത്ത മാസം എൻ്റെ ഡേറ്റിൻ്റെ അന്നാണ് പവറിൻ്റെ കെട്ടുന്നത് വരുന്നത്. സോ എന്തായാലും അടുത്ത മാസം കഴിച്ചേ പറ്റൂ. അപ്പോൾ ഇനി മലയ്ക്കൊക്കെ പോയിട്ടാണ് ഒരു നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ ടൂർ.
താങ്ക് യു. നമ്മളിത് സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കറി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളെല്ലാം ഞാൻ സ്റ്റെപ്പ് മോഡ് എടുത്ത് വെക്കും, വേണമെങ്കിൽ കൊണ്ട് കറി കയറ്റിക്കും. ആ ഒരു പോളിസിയാണ് കേട്ടോ. എന്നോട് ഏട്ടൻ എപ്പോഴും പറയും, അഞ്ചു നിനക്ക് തന്നെ കയറ്റി വെച്ചൂടെ എന്ന് പറയും. ഞാൻ പറയും ഞാൻ കയറ്റി വെക്കൂല എന്ന് പറയും. കാരണം എനിക്ക് ഇവിടെ നിന്ന് എല്ലാ സാധനം എടുത്ത് അവിടേക്ക് പറക്കിക്കും, അവിടെ നിന്ന് എല്ലാ സാധനം എടുത്ത് ഇവിടേക്ക് പറക്കിക്കും. ലോഡിങ്ങും അൺലോഡിങ്ങും എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. നാളെ വരാ സഞ്ജു. ഫോണിന്റെ ഓക്കെ ഗൈസ് ബൈ. ചെക്കനെ നിന്ന് പുറത്താക്കാൻ തോന്നുന്നുണ്ട്. ആന്റിക്കും കൊടുക്ക്, ആന്റിക്കും കൊടുക്ക്, ആന്റി വിളിക്കണേ. എത്ര 6 മണിക്ക് എത്തണ കാലത്ത്? ബൈ. നമ്മുടെ പാറുമോളുടെ ട്യൂഷൻ ക്ലാസ് ആണ് കേട്ടോ ഇത്. ഞാൻ ചെറുതായിട്ടൊന്ന് തല കുമ്പിട്ടിട്ടാണ് ഈ വഴി പോണത്. അങ്ങനെ ഗൈസ് 1 വീക്കിന് ശേഷം ഞാൻ നമ്മുടെ പാറുമോളടുത്തേക്ക് പോവുകയാണ്. പാറുമോള് വീട്ടിലില്ല കേട്ടോ, അവള് ട്യൂഷൻ ക്ലാസ്സിലാണ്. എല്ലാവരും പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാശിക്കുട്ടൻ ഇവരെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. വീടിൻ്റെ ഉമ്മറം വരെ ഞാൻ വന്നു, പക്ഷേ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല നേരത്തെ, പാറിപ്പോൾ വരുമോ, ട്യൂഷൻ കഴിഞ്ഞ് വരുമോ. ഈ സമയത്ത് അങ്ങനെ കയറി വരികയാണെങ്കിൽ ഫ്ലോപ്പായി, എല്ലാം പൊളിയും. പിന്നെ എനിക്ക് ചേച്ചിയോടേക്ക് പോകാനും പറ്റില്ല, കാരണം അവൾ സമ്മതിക്കില്ല. അവളിപ്പോൾ 2 ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട്, അമ്മ ഇനി 1 ദിവസം കൂടി ഉള്ളൂ, ഇനി 2 ദിവസം കൂടി ഉള്ള അമ്മ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും എക്സൈറ്റ്മെൻറ്റോടുകൂടി കാത്തിരുന്നിട്ട് കാര്യമില്ല. അവൾ വല്ലാണ്ട് എക്സ്പ്രഷനൊന്നും ഇടാത്തൊരു കൂട്ടത്തിലാണ്. ഞാൻ വിചാരിക്കും എന്നെ കാണുമ്പോഴത്തേനും പാറുമ്പോൾ ഇങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മക്കത്തിരുന്നത്. ഇതൊന്നും ഉണ്ടാവാൻ പോണില്ല, അമ്മല്ലേ, അങ്ങനെ ഒരു പുച്ചിഷ്ട ഭാവമാണ് പാറുവിൻ്റെ ഉള്ളത് കേട്ടോ. മോർണിംഗ് ഞാൻ വരും. പാറുമോള് ചിലപ്പോൾ അശ്വതിയൊക്കെ കേട്ടായി അങ്ങനെ പുറത്തിറക്കില്ലേ, ഇവന്റെ സൗണ്ട് എന്തായാലും കേൾക്കും. കേൾക്കുന്നുണ്ട് അവൻ എന്തായാലും നേരെ കാറിന് ഇങ്ങോട്ട് ഇറക്കാറുള്ളൂ. ഇന്ന് കാറുണ്ടോ? അറിയില്ല, ഞാൻ ചേച്ചിൻ്റെ വിളിച്ചു പറയും, നേരെ ഇത് കൊണ്ടിറക്കിയാൽ മതി, അവിടെ ഇറക്കണ്ട, നേരെ ഇവിടെ കൊണ്ടിറക്കിയാൽ മതി. ചാടി കളിക്കണം എന്നെ കൊണ്ട് കാത്തുപോയിട്ട്. ബൈ. കുറവെന്ന് പറയാനില്ലമ്മ. അപ്പോൾ അതേ ചേച്ചിയോടൊക്കെ എത്തി കുറച്ചധികം നേരം കഴിയണം. നമ്മുടെ വലിയേച്ചും ചേട്ടനും വരാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നുണ്ട്, ചേട്ടനും ചേച്ചി. അപ്പോൾ അത് കഴിഞ്ഞെത്തുമ്പോൾ ഞാൻ അമ്മേനെ കാത്തിരിക്കൂലേ, അതേ കണക്കിനാണ് ഇവരെയും കാത്തിരിക്കുന്നത്. അപ്പോൾ വല്യമ്മ ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞുണ്ട്, അവിടുത്തെ കുറേ ടോയ്സൊക്കെ വെച്ച് അവൻ കളിച്ചു. പക്ഷെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല കാശിക്കൂട്ടിന് ഇരിക്കുന്നു. പക്ഷെ കാശി ഇരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ കുഞ്ഞുവിനൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കണം. പിന്നെ കുറച്ച് നേരം കളിച്ച് കഴിയുമ്പോഴത്തേനും കാശിമോൻ ഇങ്ങനെ ചെരിയും, എന്നിട്ട് ചെരിഞ്ഞ് കിടന്ന് കുറേ നേരം കളിക്കും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ചേച്ചി വന്നിട്ട് ഇവിടുത്തെ ഓരോ ടോയ്സ് അവൻ എടുത്ത് കളിക്കണമായിരുന്നു. ഇവരാണെങ്കിൽ 2 പേരും ഇത് വളരെ ചെറുപ്പത്തിലേക്ക് വാങ്ങിച്ച് സൂക്ഷിച്ചു വയ്ക്കുന്ന സാധനങ്ങളാണ്. അതിൻ്റെ പരിപ്പിളകം. പിന്നെ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ളൊരു ഹോബിയാണ്, ഇവർ ചെയ്തു വരുന്നൊരു ജീവിതശൈലിയാണ്. ഇവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചായയും ഇങ്ങനെ എന്തെങ്കിലും ഒരു പൊരിപ്പും ഉണ്ടായിരിക്കും. അതുകൂടിയിട്ട് അവർ നല്ലൊരു ഭക്ഷണമൊക്കെ കഴിക്കും. അന്ന് ചായക്കടി കഴിക്കും. അപ്പോൾ ഞാനുള്ളതുകൊണ്ടും അവർ എപ്പോഴത്തെയും ശീലം അവർ തുടരുന്നു. എനിക്കൊരു ഗ്ലാസ് ചായ എക്സ്ട്രാ ഉണ്ട്. അങ്ങനെ നമ്മളിതേ പരിപ്പ് വട ഉണ്ടായിരുന്നു, കായ ബജി ഉണ്ടായിരുന്നു, മുട്ട ബജി അവിടെ നിൽക്കുന്ന 2 പേർക്ക് മാത്രം. നമുക്ക് വ്രതമായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അധികം ചെന്നില്ല. ഞാനപ്പോൾ അതേ പാറുമോൾ അവിടെ നിന്ന് വീഡിയോ കോൾ വിളിക്കുകയാണ് കേട്ടോ.
വിട്ട പാറു? ആരിട്ടെന്നു? നല്ല ഭംഗിയുണ്ട് കാണാൻ. കാശ് അപ്പുറത്തുണ്ട്. നാളെ രാവിലെ എന്റെ അമ്പലത്തിൽ. പക്ഷെ ഇതിന്റെ ഇടയിൽ പാറുമോള് ചോദിച്ചു എന്നോട്, അമ്മ ഇത് എവിടെയാ? അമ്മ മൂത്തേരിയിലല്ലല്ലോ, മൂത്തേരിത്തെ ചെമരല്ലല്ലോ, കാശിക്കുട്ടൻ എവിടെയാ? കാശിക്കുട്ടനൊന്ന് കാണിച്ച് തന്നെ. അയ്യോ, ഞാൻ വിചാരിച്ച എല്ലാം പൊളി, ഈ പെൺകുട്ടിക്ക് എല്ലാം അതറിയാലോ എന്ന് ഞാനിട്ട് പറഞ്ഞിരിക്കായിരുന്നു. പാറു, അമ്മ നാളെ ലേറ്റ് ആയിട്ട് വരുള്ളൂ, രാവിലെ വരില്ലേ പിറന്നാളിന്. അപ്പോൾ പറഞ്ഞു, അമ്മ വരുന്ന വിചാരിച്ചിട്ടില്ല അമ്മ, ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് ഇരുന്നത് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ വിയസ് റിയാലിറ്റി നിങ്ങൾക്ക് കാണാട്ടോ ഗൈസ്. ഞാൻ ബർത്ത്ഡേ അന്ന് പോയിട്ടുള്ള പാറുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് ചപ്പാത്തിയും പരിപ്പൂരാണ്. പരിപ്പൂരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കറി എന്ന് പറയുന്നത്. ഒരുപാട് ചോറ് കഴിക്കും, പക്ഷേ ചപ്പാത്തി ഉള്ളതുകൊണ്ട് ഞാനും കുഞ്ഞും ആദ്യം ചപ്പാത്തി കഴിക്കാനിരുന്നു. വേഗം തന്നെ ഫുഡ് അടിച്ചിട്ട് കിടന്നുറങ്ങണം. ബിക്കോസ് നാളെ രാവിലെ പാറുമോള് എണീക്കുന്നതിന് മുമ്പ് ചെന്ന് പാറുവിനെ എണീപ്പിച്ച് ബർത്ത്ഡേ വിഷ് ഫസ്റ്റ് ഞാൻ പറയണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതേ എന്തൊരു കഷ്ടപ്പാടാണല്ലേ. ബാക്കി ലേറ്റ് അടിച്ചിട്ട് മുഖത്തേക്ക് അടിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഞങ്ങൾ കിടന്നു ഗൈസ് എന്നുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അടുത്തത് നമ്മുടെ പാറുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ആയിരിക്കും. നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ, സീ യു.